യുകെയിലെ സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കർശന നടപടികളാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പാലസ്തീൻ അനുകൂല റാലിയുടെ പേരിൽ അക്രമങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് ബാൻ ചെയ്യാനുള്ള തീരുമാനം നടപ്പാക്കുന്നത്. അതിനെതിരെ ലണ്ടനിൽ വലിയ പ്രൊട്ടസ്റ്റുകളുണ്ടായി. എങ്കിലും ഗവൺമെന്റ് ഇത്തരം ഓർഗനൈസേഷനുകൾ ഒരു കാരണവശാലും രാജ്യത്ത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ഫ്രീഡം നൽകുന്ന ഒരു രാജ്യമാണ് യുകെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരം ഫ്രീഡം മിസ്യൂസ് ചെയ്യപ്പെടുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും യുകെയിൽ എത്തിയതിനു ശേഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പങ്കാളികളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന കണ്ടെത്തലുകളും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കുടിയേറ്റ നിയമങ്ങളിൽ കാര്യമായ ചേഞ്ചുകൾ വരുത്തുന്ന ഈ ഒരു സമയത്താണ് ഒട്ടേറെ സംഭവങ്ങൾ യുകെയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും കർശന നടപടികൾ വേണമെന്ന ആവശ്യം പൊതുവായി ഉണ്ടായിരിക്കുന്നതും. യുകെയിലെ പ്രധാന ഡിഫൻസ് ഫോഴ്സിന്റെ ഓക്സ്ഫോർഡിന് സമീപമുള്ള ആർമി ബേസിലോട്ട് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായി എത്തിയ രണ്ടുപേർ റോയൽ എയർഫോഴ്സിന്റെ ജെറ്റ് വിമാനത്തിൽ ജെറ്റ് എഞ്ചിനുള്ളിലോട്ട് സ്പ്രേ പെയിന്റ് ഒഴിച്ച് വിമാനം ഡാമേജ് ആക്കിയ സംഭവമാണ് ലേറ്റസ്റ്റ് ആയി വന്നത്. 30 മില്യൺ പൗണ്ടിലധികമാണ് ഗവൺമെന്റിന് ഈ ഒരു സംഭവത്തിൽ മാത്രം നഷ്ടമായത്. ഇത്തരം അക്രമങ്ങൾ ഒരു കാരണവശാലും രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം സെക്രട്ടറി യുഎർ കൂപ്പർ പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തി ബാൻ ചെയ്യാനുള്ള തീരുമാനത്തിലോട്ട് കടന്നതും. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യുകെയിൽ കൂടുതൽ സ്വാതന്ത്ര്യമാണ് ഗവൺമെന്റ് നൽകുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ കർശന നടപടികളാണ് ഗവൺമെന്റ് ഉടൻ തന്നെ നടപ്പാക്കുക. യുകെയിൽ കുറെ കൂടി ലിബറലായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഓരോരുത്തർക്കും അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇത്തരം സംഭവങ്ങൾ സൗദി അറേബ്യയിലോ മറ്റ് അറബി രാജ്യങ്ങളിലോ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്ന അഭിപ്രായവും ഉണ്ടായി. യുകെയിലെ പോലീസ് സേനയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. ആരെയും തല്ലാനോ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ പോലീസിനാകില്ല. എല്ലാവർക്കും ബോഡി ക്യാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷണൽ ബിഹേവിയർ ആണ് എപ്പോഴും അവർ സൂക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത്തരമൊരു സോഫ്റ്റ് അപ്രോച്ച് പോലീസ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രൊഫഷണൽ സ്വീകരിക്കുമ്പോൾ അവരെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് പല പ്രൊട്ടസ്റ്റുകളും യുകെയിൽ ഉണ്ടാകുന്നത് എന്ന ആക്ഷേപങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നു. രാജ്യത്ത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ എന്ന പേരിൽ യുകെയിൽ അരങ്ങേറുന്നത് ക്രിമിനൽ സംഭവങ്ങളാണെന്നും അത് രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് എതിരെ എന്ന അഭിപ്രായവും വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് കർശന നടപടികളോട് ഇപ്പോൾ കടന്നതും പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ ടെററിസ്റ്റ് സംഘടനയായി മുദ്രകുത്താൻ തയ്യാറായതും. അതിനെതിരെ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങളാണ് ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടായതും. എങ്കിലും രാജ്യത്തിന്റെ പൊതുവായ ഇൻട്രസ്റ്റിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലോട്ട് ഗവൺമെന്റ് എത്തുന്നു. ഈ സാഹചര്യത്തിൽ പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിൽ മെമ്പർ ആവുകയോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ 14 വർഷത്തെ ജയിൽ ശിക്ഷയായിരിക്കും അവർക്ക് ലഭിക്കുക. രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കഴിയേണ്ടി വരും. പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കാറുണ്ട്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം പലപ്പോഴും സമാധാന റാലികൾ ഉണ്ടാകാറുണ്ട്. അതിനൊന്നും ഗവൺമെന്റ് എതിരല്ല. എങ്കിലും ഇത്തരം അക്രമങ്ങൾ നടത്തി സാധാരണ ജനങ്ങൾക്ക് വഴിയിലൂടെ നടക്കാൻ കഴിയാത്ത രീതിയിലോട്ട് അക്രമങ്ങൾ മാറുന്നത് യുകെയിലെ സ്ട്രീറ്റുകൾ സേഫ് അല്ലാതായി മാറുന്നതിന്റെ തെളിവാണെന്നും അതുകൊണ്ട് തന്നെ അത്തരം രീതി രാജ്യത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നും ഇത്തരം സംഭവങ്ങൾക്ക് യുകെയിൽ സ്ഥാനമില്ല എന്ന ശക്തമായ നിലപാടിലോട്ടാണ് ലേബർ ഗവൺമെന്റ് കടന്നിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും യുകെയിൽ ഇത്തരം വലിയ പ്രൊട്ടസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് പോലീസിന് വലിയ തലവേദനയുമാകുന്നു. പലപ്പോഴും ഇത്തരം പ്രൊട്ടസ്റ്റുകൾ അക്രമങ്ങളിലോട്ട് മാറുന്നു. ഗവൺമെന്റിന് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്നത് വലിയ ചിലവാണെന്നത് മാത്രമല്ല അവർ നടത്തുന്ന അക്രമങ്ങളിൽ പരിക്കുപറ്റുന്ന പോലീസ് ഓഫീസേഴ്സിന്റെ എണ്ണവും വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം റാലികൾ നിർത്തണമെന്ന ആവശ്യം കുറെ കാലമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് ബേസിൽ പാലസ്തീൻ അനുകൂല പ്രകടനക്കാർ കടക്കുകയും റോയൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനം ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്ത സംഭവമാണ് രാജ്യമെമ്പാടും ചർച്ചയായതും. ഇത്തരം സംഘടനകളെ യുകെയിൽ അനുവദിക്കരുത് എന്ന കടുത്ത നിർദ്ദേശങ്ങൾ വിവിധ കോണുകളിൽ നിന്നുമുണ്ടായതും. അതോടൊപ്പം തന്നെ കുടിയേറ്റം രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളുമായി നോർത്തേൺ അയർലൻഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. നോർത്തേൺ അയർലൻഡിലെ പ്രധാന സിറ്റികളായ ബെൽഫാസ്റ്റ്, ലോണ്ടൻഡറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തു. യുകെയിലെത്തിയ അഭയാർത്ഥി നോർത്തേൺ അയർലൻഡിലെ പെൺകുട്ടിയെ ഉപദ്രവിച്ച സംഭവത്തിന് ശേഷമാണ് ജനങ്ങൾ പ്രക്ഷുബ്ധരായതും നോർത്തേൺ അയർലൻഡിൽ വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതും. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസ് 3 ദിവസക്കാലം ശ്രമിക്കേണ്ടി വന്നു. നിരവധി കെട്ടിടങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം രാജ്യത്തെ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യമാണ് അവർ പ്രധാനമായും നടത്തിയത്. അതുകൊണ്ട് തന്നെ കുടിയേറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതമായിരിക്കും യുകെയിൽ ഉണ്ടാക്കുക എന്ന പ്രസ്താവനകളും നോർത്തേൺ അയർലൻഡിൽ നിന്നുണ്ടായി. പുതിയ സാഹചര്യത്തിൽ യുകെയിലോട്ടുള്ള വിസ ആപ്ലിക്കേഷനുകളിലൊക്കെ വളരെ കർശന പരിശോധനയാണ് ഗവൺമെന്റ് നടത്തുന്നത്. കുടിയേറ്റ നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്ന ഡിസ്കഷനിടെ
ഇതിനിടയിലാണ് രാജ്യത്ത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത പല സംഭവങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസാ നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയും കുടിയേറ്റം കുറയ്ക്കുകയും ചെയ്യണമെന്ന ആവശ്യം തന്നെ പൊതുവായി ഉണ്ടാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി UK-ലോട്ടുള്ള വിസ ആപ്ലിക്കേഷനുകളിൽ ഉണ്ടാകുന്ന റിജക്ഷൻ റേറ്റ് കൂടിയിരുന്നു. ആപ്ലിക്കേഷനുകളെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അപ്രൂവ് ചെയ്യുന്ന രീതിയിലോട്ട് നിയമങ്ങൾ മാറുന്നു. അതേസമയം തന്നെ UK-യിൽ വന്ന് അനധികൃതമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താനുള്ള ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കി. UK-യിൽ വന്ന് വിസ നിയമങ്ങൾ ലംഘിച്ച് പലതരം ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി തിരിച്ചയക്കുന്ന പ്രോസസ്സാണ് ഗവൺമെന്റ് നടത്തുന്നത്. ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ UK-യിലെ പല സിറ്റികളിലും അനധികൃതമായി ജോലി ചെയ്യുന്നത് എന്ന കണ്ടെത്തലുകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫുഡ് ഡെലിവറി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കൂടുതലായും അനധികൃത ജോലിക്കാർ ജോലി ചെയ്യുന്നത്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എൻഫോഴ്സ് സംഘങ്ങളാണ് കൂടുതലായും പ്രവർത്തിക്കുന്നത്. UK-യിൽ നിരവധി വിസ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ അസൈലം മേഖലയിൽ വന്നിരിക്കുന്നത്. അഭയാർത്ഥികളായി വിസ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ക്രമാതീതമായി വർദ്ധിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് അത് ഫാസ്റ്റ് ട്രാക്കായാണ് പ്രോസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റിലും വലിയ വർധനവുണ്ടാകുന്നു. നിരവധി പേർക്കാണ് വിസ റെഫ്യൂസ് ആകുന്നത്. അവരെ വേഗത്തിൽ തിരിച്ചയക്കുന്നതിനുള്ള പദ്ധതികളാണ് ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ളതും. വിദേശ രാജ്യങ്ങളിൽ നിന്നും UK-യിൽ വർക്ക് വിസകളിലോ ഡിപെൻഡന്റ് വിസയിലോ എത്തുന്നവർക്ക് UK-യിൽ സ്ഥിരമായി നിൽക്കാനുള്ള നിരവധി ഓപ്ഷനുകളുണ്ട്. UK-യിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനും അവർക്ക് തടസ്സങ്ങളില്ല. എന്നാൽ സിറ്റിസൺഷിപ്പ് നൽകുന്ന സമയത്ത് രാജ്യത്തിന്റെ പൊതുവായ ഇൻട്രസ്റ്റിന് വിരുദ്ധമായി ഗവൺമെന്റ് തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കില്ല എന്ന പ്രതിജ്ഞ ചെയ്താണ് അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ രാജ്യദ്രോഹ കുറ്റങ്ങളിൽ പങ്കാളികളാവുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും UK-യിൽ ഉണ്ടാവുക. അവരുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഇത്തരം കേസുകളിലൂടെ ഉണ്ടാകാം. UK-യിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാമായി ഇനി ഒരു കാരണവശാലും UK-യിൽ നിന്ന് തിരികെ പോകേണ്ടി വരില്ല എന്ന് കരുതുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഈയിടെ വന്ന കോടതി വിധികൾ. രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി രാജ്യദ്രോഹ കുറ്റങ്ങളിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാൻ ഹോം ഓഫീസിന് അധികാരമുണ്ട്. അത്തരത്തിൽ നിരവധി പേർക്കാണ് സിറ്റിസൺഷിപ്പ് നഷ്ടമായതും. അതുകൊണ്ട് തന്നെ UK-യിൽ വന്ന് ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ആകുന്ന സാഹചര്യത്തിലും ഒരു കാരണവശാലും ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കെതിരായോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുകയാണെങ്കിൽ അവരുടെ പൗരത്വം ക്യാൻസൽ ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനും ഗവൺമെന്റ് തയ്യാറാകും. UK-യിലെ ഹോം ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിരവധി പേർക്ക് UK-യിൽ വർക്ക് വിസ ലഭിച്ചുവെന്നും അതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഗവൺമെന്റ് നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. നിരവധി മേഖലകളിലാണ് വ്യാജ ഡോക്യുമെന്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വർക്ക് വിസ നേടിയത്. അത്തരം സംഭവങ്ങൾ അന്വേഷിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നു. അതുമാത്രമല്ല UK-യിൽ ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ പ്ലാനുകളിൽ എന്തൊക്കെ ചേഞ്ചുകൾ നടപ്പാക്കണം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളും പുരോഗമിക്കുകയാണ്. UK-യിലോട്ട് വരുന്നവർ വർക്ക് വിസകളിലാണെങ്കിലും മറ്റ് വിസ കാറ്റഗറികളിലാണെങ്കിലും ഈ രാജ്യത്ത് എത്തിയതിനു ശേഷം രാജ്യത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുമോ, ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചായിരിക്കണം പ്രധാനമായും ചിന്തിക്കേണ്ടത്. UK-യിൽ വന്ന് സിറ്റിസൺഷിപ്പ് ലഭിച്ചതിന് ശേഷം രാജ്യത്തെ നിയമങ്ങളൊന്നും വില കൽപ്പിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും ഫ്യൂച്ചറിൽ വിസ നിയമങ്ങളിലും വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ കാരണമാകും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കുറയ്ക്കണമെന്ന അഭിപ്രായം രാജ്യവ്യാപകമായി ഉണ്ടാവുകയും UK-യിൽ തന്നെ പരമാവധി പേർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് ജോലികളിലോട്ട് കൊണ്ടുവരാനുള്ള ഗവൺമെന്റ് പ്ലാനുകൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണത്. ഈ സാഹചര്യത്തിൽ വിദേശ ക്രിമിനലുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ടതില്ലെന്നും UK-യിലെ ജയിലുകളിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ അവരുടെ രാജ്യങ്ങളിലോട്ട് ഡീപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനുകളും ഗവൺമെന്റ് തയ്യാറാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാജ്യത്തെ വലിയ പ്രതിസന്ധികളിലോട്ട് തള്ളിവിടരുത് എന്ന അഭിപ്രായമാണ് പൊതുവായി ഗവൺമെന്റ് തലത്തിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും ഉണ്ടായിരിക്കുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.